ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതും മേഘാലയയിലുള്ള ഒരു വീഡിയോ തന്നെയാണ്. മേഘാലയയിലൊരു ചെറിയൊരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്. അത് കാണാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൂട്ട് ബ്രിഡ്ജ്, അത് ലൈവ് റൂട്ട് ബ്രിഡ്ജ് മേഘാലയയാണത്. അല്ലാണ്ട് വേറെ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ആസാം ചിറാപുഞ്ചിൽ. ഇതൊരു ചെറിയൊരു റൂട്ട് ബ്രിഡ്ജാണ്. മറ്റേ ചിറാപുഞ്ചിലത്തെ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഡബിൾ സ്റ്റെയറാണ്. ഇത് വെറും സിംഗിൾ ലൈനാണിത്. അപ്പോൾ അത് കാണാനായിട്ടൊന്ന് പോകണം ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ പാർക്കിങ്ങാണ്. പാർക്കിങ്ങൊക്കെ വലിയ പാർക്കിംഗ്, നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് അത് കാണാനായിട്ട്. ആ റൂട്ട് ബ്രിഡ്ജ് കുറച്ച് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് വേണം ഈ കാണാൻ വേണ്ടത്. കുറച്ച് നടക്കണം, ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. അപ്പോൾ ട്രിപ്പിലുള്ള എല്ലാം എന്തെന്തൊക്കെ കാണാൻ പറ്റും എല്ലാം നമുക്ക് കാണുമല്ലോ. എന്നാലും നമ്മൾ ഈ വന്നതിനുള്ളൊരു കൊടുത്ത കാശ് നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. അത് കാരണം അത് കാണാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ പോണതിന് എൻട്രൻസിലുള്ളടത്തുള്ള ഇതൊക്കെയാണ്. അവിടെ ടിക്കറ്റ് എടുക്കണം നമ്മൾ. ഒരാൾക്ക് 50 രൂപയായിട്ട് ടിക്കറ്റ് ചാർജ്. കുഴപ്പമില്ല. അപ്പോൾ അതെടുത്തിട്ട് വേണം പോകാനായിട്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇത് കണ്ട്, ഇത് ഡ്രൈ ഇതാണ്, മഷ്റൂമാണിത്. ഈ മരത്തിൻ്റെ ഇലക്കണാണ്. അത് അവർ കാണാൻ വേണ്ടി വെച്ചേക്കാണ് അവിടെ പോണ സ്ഥലത്ത്. ഡ്രൈ മഷ്റൂം കേട്ടോ. അതുപോലെ അവിടെ നമുക്ക് വാട്ടർ ബോട്ടിലും അതുമാതിരി സ്നാക്സൊക്കെ മേടിക്കാനുള്ള ചെറിയ ചെറിയ കടകളൊക്കെയാണ് അതിന് വെച്ച് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഫസ്റ്റ് കയറിയിട്ട് വേണം പോകാനായിട്ട്. അതൊക്കെ സ്റ്റെപ്പ് കയറുമ്പോൾ പിടിക്കാനായിട്ട് ഒരു കൈ പിടിക്കാനായിട്ട് ഇങ്ങനെ മുള കൊണ്ടുള്ള കൈപ്പിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് പിടിച്ച് കയറി പോവാം. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ മുകളിലോട്ട് കുറച്ച് കയറിയിട്ട് പിന്നെ താഴത്തോട്ട് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അതുപോലെ വരുമ്പോഴും അതുപോലെ നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് വേണം താഴത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ ആ റൂട്ട് ബ്രിഡ്ജ് ഒന്ന് കാണാം. നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനത്തെ റൂട്ട് ബ്രിഡ്ജൊന്നും ഇല്ലല്ലോ. സൗത്ത് സൈഡിൽ വേറെ എവിടെയും ഇല്ലത്. അത് കാരണം ലൈവ് റൂട്ട് ബ്രിഡ്ജ് എന്നാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ അതൊന്ന് കാണാൻ പോകണം. അപ്പോൾ ആൾക്കാർ പോയി കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്, കാണാൻ പോകുന്നവരൊക്കെ ഉണ്ട്. റെസ്റ്റ് എടുത്താണ് ആൾക്കാർ നടക്കണേ കേട്ടോ. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇതിൻ്റെ അകത്തോട്ട് കണ്ടോ, ചിലർ വടിയെ കുത്തി പിടിച്ചിട്ടാണ് പറഞ്ഞത്. അതിനവിടെ നിന്ന് ഈ ബാമ്പിൻ്റെ സ്റ്റിക്ക് കിട്ടും നമുക്ക്. അപ്പോൾ അത് പിടിച്ചാൽ നടക്കണേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണാനും ആൾക്കാർ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ആൾക്കാർ വന്ന് കണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ കുറേ ആൾക്കാർ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോണ വഴിയുടെ സൈഡിലുള്ള കടകളൊക്കെ കണ്ടത് വെള്ളത്തിൻ്റെയും ജ്യൂസ്, സ്നാക്സ്, പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചൊക്കെയാണ്. കണ്ടില്ലേ, കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനത്തെ വടി കുത്തി പിടിച്ചാണ് വന്നത് പോണത് കേട്ടോ. കുറച്ച് നല്ല ആരോഗ്യം കഴിവുള്ളവരൊക്കെ സിംഗിളായിട്ട് നടന്നു പോകും. അപ്പോൾ ഇപ്പോൾ അവർ നമ്മൾ കയറിയിട്ട് പിന്നെ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോണ സ്ഥലത്ത് സൈഡിലൊക്കെ ഈ ബാമ്പിൻ്റെ കൊട്ട വെച്ചിട്ടുണ്ട് വേസ്റ്റൊക്കെ ഇടാനായിട്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നടന്നു പോകുന്ന സ്ഥലത്തൊന്നും ഇടരുത്. അത് ഇടാനുള്ള വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റാണ് വെച്ചേക്കണത്. അതാ പറഞ്ഞത് എല്ലായിടത്തും. ഇത് ഇവിടെ ടിക്കറ്റ് ചെക്കിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പോണത്. അവിടെ ഒരു ടേബിളിലിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. പക്ഷേ വല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കച്ചറ ഇടാനൊന്നും പാടില്ല അവിടെ ഒരു സ്ഥലത്തും. അത് കണ്ട അവിടുത്തെ വലിയൊരു അത്ഭുതം എന്ന് പറയാനായിട്ട്. ഒരു 10 അടി ഗ്യാപ്പിൽ അവർ ഇങ്ങനത്തെ ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാർക്ക് വേസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാനായിട്ട്. കഴിക്കണ ഫുഡിൻ്റെ എന്തെങ്കിലും ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ എന്തെങ്കിലും വേസ്റ്റ് ഇടണമെങ്കിൽ, അല്ലെങ്കിൽ കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ കുപ്പി ഇടണമെങ്കിലോ അങ്ങനെയൊക്കെ ആയിട്ട്. ഇതാണ് ഈ റൂട്ട് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് കേട്ടോ. എൻട്രാവൺ ഇവിടെയാണ്. ഇത് ആൾക്കാർ പോകുന്നിടത്ത്. അപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. താഴത്ത് കുറേ പാറകൾ, കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ റെയിനിങ് സീസണിൽ നന്നായിട്ട് ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. ചെറിയൊരു പുഴ പോലെയൊക്കെയുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അടിവശം. ഇപ്പോൾ പിന്നെ വെള്ളമില്ല, മഴയില്ല. കുറച്ച് കാലമായിട്ട് 2-3 മാസമായിട്ട് മഴയില്ല എന്ന് പറഞ്ഞത് കാരണം വെള്ളമൊന്നുമില്ല കേട്ടോ. ഈ ആൾക്കാരൊക്കെ നടന്നിട്ട് ടയർഡായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ സ്റ്റാർട്ടാവണ ഈ ബ്രിഡ്ജ്. അപ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലിൻ്റെ ബഹളമാണ് കേട്ടോ. കേട്ടില്ലേ, ഇതാണ് ഈ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ പിണഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഒരു അത്ഭുതമാണിത്. അതിങ്ങനെ 2 സൈഡിലോട്ട് ഇതായിട്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് ക്രിയേറ്റീവ് ആയേക്കണം. എന്നിട്ട് സെൻറ്ററിൽ നടക്കുന്ന സ്ഥലത്ത് മണ്ണിട്ടേക്കാണ് കേട്ടോ. മണ്ണും കല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു നടപ്പാത പോലെ ഉണ്ടാക്കിയേക്കാണ് ആ റൂട്ടുമേ.
അത് കണ്ടില്ലേ, നോക്ക് വേരുകൾ നോക്ക് എങ്ങനെയാണ് ഇങ്ങനെ പിണഞ്ഞിങ്ങനെ, എത്ര സ്ട്രോങ് ആയിട്ട് എത്ര വർഷമായിട്ടുള്ള വേരുകളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇതൊരു പുഴയാണ് കേട്ടോ അടിയിലുള്ളത്. ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം അതൊക്കെ ഡ്രൈ ആയിരിക്കുകയാണ്. ഇതാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അങ്ങോട്ട് നടക്കാൻ അത്ര ചെറിയ ബ്രിഡ്ജാണ്, അത്ര വലുതൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇതൊരു അത്ഭുതമാണ് ഇത് കാണുന്നത്. ഇതുപോലെ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. വേറെ നമ്മുടെ സൗത്ത് സൈഡിലൊന്നും വേറെ സ്ഥലത്തൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് മേഘാലയയിലത്തെ ഒരു ലൈവ് റൂട്ട് ബ്രിഡ്ജാണ്. ചെറിയൊരു ബ്രിഡ്ജാണ്. ഇനി വേറെ ചിറാപുഞ്ചിയിൽ വേറെ സ്ഥലത്ത് വലിയ റൂട്ട് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. അവിടേക്ക് നമ്മൾ പോകണില്ല ഇപ്രാവശ്യം. എന്താ വെച്ചാൽ അത് 1500 അടി കയറി ഇറങ്ങണം എന്നാണ് പറഞ്ഞ സ്റ്റെപ്പുകൾ. അത് കാണാൻ പോകണമെങ്കിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവിടെ എവിടെയും താമസിക്കണം അത്ര. അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല, അത്ര ടയർഡായി പോകുന്ന പറയണത്. അപ്പോൾ അത് നമ്മൾക്ക് പറ്റാത്ത കാരണം നമ്മളത് കാണാൻ പോയില്ല. അതാണ് മരം. ഈ മരത്തിൻ്റെ വേരുകളാണ് ഇങ്ങനെ വന്ന് ഈ രൂപപ്പെട്ടേക്കണതിട്ടാണ് ഈ പാലം പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണും കല്ലൊക്കെ ഇട്ടിട്ട് അത് നടക്കാനുള്ളൊരു റോഡ് പോലെ ആക്കിയൊക്കെയാണ്. ഇവിടെ സൈഡിൽ നിന്ന് നോക്കാനായിട്ടുള്ള മുളകൊണ്ടുള്ള കൈപ്പിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇരിക്കാനുള്ള ബെഞ്ചുകളും ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വർഷത്തിലാണ് ഇത് രൂപപ്പെട്ടത്, എന്നോട്ടാണ് ഇത് ആൾക്കാർ കാണാൻ തുറന്നു കൊടുത്തതെന്നുള്ളതൊക്കെ. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു പുഴയുള്ളതാണ്. ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം കല്ലൊക്കെ കാണാം. ആൾക്കാർ അവിടെ താഴത്തൊക്കെ പോയി ഇറങ്ങി നിന്നിട്ട് വെള്ളത്തിലൊക്കെ കൈയും കാലൊക്കെ നനച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ താഴത്തു നോക്കിയാലാണ് നമുക്ക് ഈ റൂട്ട് ബ്രിഡ്ജിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടുള്ളൂ. അത് വേറെ നമ്മളൊന്നും താഴത്തേക്ക് പോകണം കേട്ടോ, ഇറങ്ങാൻ പോകണം. ഈ സ്റ്റെപ്പിൽ കൂടെ പതുക്കെ ഇറങ്ങാം. അത്ര വലിയ ഇതുള്ള സ്റ്റെപ്പൊന്നുമല്ല. ഈ ആൾക്കാർ കണ്ടില്ലേ പോയിട്ട് പറഞ്ഞ ഇഷ്ടംമാതിരി ആൾക്കാർ പോയിട്ട് അത് താഴത്തു നിന്നൊക്കെ നോക്കി എൻ്റെ വ്യൂ ഒക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. അത് കാരണം എല്ലാവർക്കും പോയി കണ്ട് ആസ്വദിക്കാം. പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം എല്ലാവർക്കും താഴ്ത്തിറങ്ങി നിൽക്കാം. റെയിനിങ് സീസണാണെങ്കിൽ ഇതിൽ കൂടെയൊക്കെ വെള്ളം പോകുന്നുണ്ടാകും. നിറയെ വെള്ളം വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയ സമയത്ത് മഴയില്ലാത്ത തന്നെ വെള്ളമില്ല. ഇതേ കണ്ടില്ല, ചെറുതായിട്ടൊക്കെ വെള്ളം ഒഴുകി പോണ കാണാനായിട്ട് നല്ല കണ്ണീർ പോലത്തെ തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. സൂപ്പർ വെള്ളമാണ്. ഇതൊക്കെ ഒരു കാണേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ, മഴയില്ലാത്ത തന്നെ എല്ലാം ഉണങ്ങി പാറക്കല്ലുകൾ അങ്ങനെ കാണുകയാണ്. ഇതെല്ലാം ഇങ്ങനെ ഒഴുകി നല്ലൊരു ചെറിയൊരു നദിയായിട്ട് പോണ സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോൾ ഇതവിടെ കണ്ടില്ലേ, ഇതാണ് റൂട്ട് ബ്രിഡ്ജിൻ്റെ ശരിയായിട്ടുള്ളൊരു വ്യൂ. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇവിടുന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇതാണ് മരം, 2 മരം കണ്ടില്ലേ, അതിൻ്റെ വേരുകളാണ് ഈ റൂം പ്രാപിച്ചിങ്ങനെ. വെള്ളം പാറയുടെ ഇടയിൽ കൂടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ചെറിയ ഇത് കാണാനൊരു നല്ല രസമാണ് കേട്ടോ. നല്ല തെളിഞ്ഞ കണ്ണീർ പോലത്തെ വെള്ളമാണ്. ആൾക്കാരതൊന്നും എടുത്ത് കയ്യിലോട്ട് എടുത്ത് മുഖം കഴുകലും കൈ കഴുകലൊക്കെ ചെയ്യണുണ്ട്. കുടിക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എന്നാലും നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതും കാടിൻ്റെ അകത്ത് നിന്ന് ഏതോ വാട്ടർഫാൾസിൽ നിന്നൊക്കെ പറഞ്ഞ വെള്ളമാണിത്. അപ്പോൾ ഇതാണ് കേട്ടോ റൂട്ട് ബ്രിഡ്ജിൻ്റെ വ്യൂ. മുകളിലത്തെ ആൾക്കാർ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ വീഡിയോ കേട്ടോ. ആൾക്കാരിങ്ങനെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ച് കയറണം. അപ്പോൾ അതിന് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ ഈ റൂട്ട് ബ്രിഡ്ജിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വന്ന നിലയ്ക്ക് നമ്മൾ കാണാനൊക്കെ നിങ്ങൾക്ക് കാണിക്കണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇതൊക്കെ ഒന്ന് കാണുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് ഇവിടെ ഇതേപോലെ ഇനിയൊരു കുറച്ച് വീഡിയോകളുണ്ട് എൻ്റെ ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ. അത് ഓരോന്നോരോന്നായിട്ട് പിന്നാലെ ഇടുന്നതായിരിക്കും. ഈ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലൊരു പ്രതിഭാസമാണ് കേട്ടോ. തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രകൃതിദത്തമായിട്ടുണ്ടായിട്ടുള്ളൊരു വേര് കൊണ്ടുള്ള രൂപപ്പെട്ടിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ഇത്. മറക്കാണ്ട് എല്ലാവരും വന്ന് കാണണമെന്നില്ലേ. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കയറാനായിട്ട് ഈ കൈവരിമ പിടിച്ച് പതുക്കെ കയറിയാൽ മതി കേട്ടോ. പക്ഷെ നല്ല തണുത്ത ക്ലൈമറ്റായിരുന്നു ഇവിടെ കേട്ടോ. നല്ല ഐസ് പോലെ ഉണ്ടായിരുന്നു. അത് കാരണം കയറി ഇറങ്ങണ ക്ഷീണം നമ്മൾ അറിയില്ല കേട്ടോ. അത് കാരണം കയറിയിട്ടും ഇറങ്ങിയിട്ടുള്ള ടയർഡ്നെസ്സൊന്നും നമുക്ക് മനസ്സിലാവില്ല അത്ര പെട്ടെന്ന്. ചൂട് കാലത്തൊക്കെ വന്നാലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ അറിയുള്ളൂ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്തു. അത്ര വലിയ ടയർഡ്നെസ്സൊന്നും അറിഞ്ഞില്ല. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണേണ്ട ഒരു സ്ഥലമാണിത്.
ലൈവ് റൂട്ട് ബ്രിഡ്ജ് മേഘാലയ, ചെറിയൊരു ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ നിർത്താനാട്ടാ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.